ഹായ് ഹോൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടാത്ത പുതിയൊരു തരം റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു കറി തയ്യാറാക്കിയിട്ടെടുത്താലോ. അതും ഒരു പാവയ്ക്ക മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു കറി തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. പാവയ്ക്ക നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇത് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് പച്ചത്തരണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു സവാളയും ഒരു തക്കാളിയും ഒരു 4 പച്ചമുളക് ഉണ്ടെങ്കിൽ ഇന്ന് ചോറിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള കറി ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം. ചോറിനും ചപ്പാത്തിക്കും റൊട്ടിക്കൊക്കെ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള കറിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാ വെറൈറ്റി ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു കറി എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കാം. ഇനി റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കറി തയ്യാറാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിറകടുപ്പിലാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതാ വിറകടുപ്പിൽ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുപ്പ് നന്നായിട്ട് കത്തിക്കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇതാ ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഇതാ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക്, അതായത് ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ കടുകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് വെളുത്തുള്ളി, അതായത് ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നേ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ. അപ്പോൾ ഇത് വെളുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. അതായത് നല്ല നൈസായിട്ടാണ് ഈ ഒരു സവാള ഞാൻ കൊത്തി അരിഞ്ഞിട്ടെടുത്തിട്ടുള്ളത്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സവാള ഒന്ന് നല്ല രീതിയിലൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാലും മാത്രം മതി, കാരണം സവാളയുടെ കളറൊന്നും മാറിപ്പോകണ്ട. ഇപ്പോൾ ഒരു മൺചട്ടിയിൽ കൂടി കറി തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള രുചിയൊന്ന് പറഞ്ഞറിയിക്കേണ്ട. കാരണം പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ വിറകടുപ്പിൽ തന്നെയാണല്ലോ തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. ഇപ്പോഴാണല്ലോ എല്ലാവരും ഗ്യാസിൻ്റെ മുകളിലൊക്കെ വെച്ച് ചെയ്തെടുക്കുന്നതല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ച ഒരു വിറകടുപ്പിൽ തന്നെ ഈ ഒരു പാവക്കക്കറി തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന്. അങ്ങനെ തന്നെ ഇതിലേക്ക് ഇത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞു കിട്ടട്ടെ. അപ്പോൾ ഇതാ ഈ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഉടഞ്ഞു കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇതാ ഈ ഇളക്കിയെടുക്കുന്ന ഈ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താലും മതിയേ. ഇനി ഇതിലേക്ക് ഇത് അരിഞ്ഞു വെച്ച് പാവയ്ക്കല്ലേ, അത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു പാവയ്ക്കാണ്. ഈ ഒരു പാവയ്ക്ക കൊണ്ട് ഒരുപാട് കറി ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും, കാരണം കുറച്ച് അല്പം വലുപ്പമുള്ള പാവയ്ക്ക തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അങ്ങനെ ഇതാ ഈ ഒരു പാവയ്ക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിതാ ഇതിലേക്കൊരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പാവയ്ക്ക് നല്ല രീതിയിൽ തന്നെ വഴന്ന് കിട്ടണം. പാവയ്ക്കൊന്ന് ഉടഞ്ഞു പോകുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ വഴറ്റിയെടുക്കണം. അപ്പോൾ മാത്രമേ ഞങ്ങൾ ഈ ഒരു പാവയ്ക്കയുടെ ആ ഒരു കയ്പ്പ് രസമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു മസാലപ്പൊടികളൊക്കെ ഒന്ന് ആ ഒരു പച്ചമണം മാറിക്കിട്ടുന്നതിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ തന്നെ പുളിവെള്ളമൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഒരു നാരങ്ങ വലുപ്പത്തിലെ പുളി ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു പുളിവെള്ളം ഇനി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പുളിവെള്ളം ഒഴിച്ച ആ ഒരു പാത്രത്തിൽ ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇതിലേക്ക് വാളംപുളി തന്നെ ചേർത്ത് കൊടുക്കണം. കുടംപുളി ഇട്ട് കഴിഞ്ഞാൽ അത്ര രുചി കാണില്ല. ഈ ഒരു പാവയ്ക്കയുടെ കറി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ എന്തായാലും ഒരു വാളംപുളി തന്നെ ചേർത്ത് കൊടുക്കണേ. അങ്ങനെ ഇതാ കുറച്ചുകൂടി ആ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്കൊരു 1.5 ടീസ്പൂൺ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത്. ഞാൻ എന്ത് ഭക്ഷണം തയ്യാറാക്കിയിട്ട് എടുക്കുമ്പം കൂടുതലും കല്ലുപ്പ് തന്നെയാണ് യൂസ് ചെയ്യാറ്.
അതിനിത് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിന് ഉപ്പൊക്കെ ഒന്ന് ഉണ്ടാകുന്ന പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കണേ. മാഷാ അല്ലാ നല്ല പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് ഇന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു പാവയ്ക്ക. അപ്പോഴേക്കും ഇതാ നല്ല രീതിയിൽ തന്നെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. പാവക്കയുടെ ഏകദേശം ഒരു കുക്കായിട്ടുണ്ട്, അതായത് ഹാഫ് കുക്കായിട്ടുണ്ട് ഈ ഒരു പാവയ്ക്ക. അതിനുശേഷം നിങ്ങൾ ക്ലീൻ ചെയ്ത് വെച്ച തെരണ്ടിയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് മുൻപായിട്ട് ഞാനിത് കുറച്ചധികം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില മസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം, നല്ലൊരു ഫ്ലേവർ തന്നെയാണല്ലോ കറിവേപ്പിലയുടെ. ഇത് ക്ലീൻ ചെയ്ത് വെച്ച തെരണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതേ രീതിയിലെ കറി നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ പച്ചത്തരണ്ടിയും പാവയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടെടുക്കുക. ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിത് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ, അതായത് ഈ ഒരു പച്ചത്തരണ്ടിയും പാവയ്ക്കൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടട്ടെ. മാഷാ അല്ലാ ഇത് നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ചാറൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനിന്ന് ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടെടുത്തതാണ്. അപ്പോൾ ഈ ഒരു കറി മാത്രം മതി ഞങ്ങൾക്ക് ഉച്ചക്കുള്ള ചോറിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറൊക്കെ വെക്കുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴുള്ള കൺഫ്യൂഷനാണ്, എന്താ കറി വെക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ ഇതേ രീതിയിലെ കറി നിങ്ങൾ തയ്യാറാക്കിയിട്ടെടുക്കാം. അങ്ങനെ ഈ ഒരു എണ്ണയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞൊക്കെ കാണുന്നില്ല ഈ ഒരു കറിയുടെ. ഞാനിത് വീണ്ടും ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള പാവയ്ക്കയും തെരണ്ടിയുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കല്ലേ.